ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ചമേലി അല്പം പരിഭ്രമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല, നീ ഉറങ്ങിക്കോ. എന്നെ വിശ്വാസം ഇല്ലാതെയാണോ എൻ്റെ കൂടെ വന്നത്? ഞാനായിട്ട് നിനക്കൊരു ചീത്തപ്പേരും ഉണ്ടാക്കില്ല, പോരെ? ആ ഉറപ്പ് കിട്ടിയാ നീ ഉറങ്ങുമോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ടൊന്ന് ഉറങ്ങണം, ബെൻ പറഞ്ഞു. അവൾ കട്ടിലിൻ്റെ ഒരരികിലായി കിടന്നു. നീ എന്താ ഒരുമാതിരി പാകിസ്ഥാനും ഇന്ത്യയും പോലെ കിടക്കുന്നേ? ഞാനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിന്റെ കയ്യിൽ കിടക്കണമെന്നുണ്ട്. നിന്റെ അനുവാദം ഇല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ അമ്മയും ഒരു പെണ്ണാടൂ. അത് കേട്ടപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. പിന്നെ കൈകൾ അവൻ്റെ അരികിലേക്ക് നീട്ടിവെച്ചു. അവൻ അവളുടെ കൈകളിൽ തല വെച്ചു കിടന്നു. അവൾക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് ബ്ലാങ്കറ്റ് നിവർത്തി അവളെ പുതപ്പിച്ചു. അടുത്ത ബ്ലാങ്കറ്റ് എടുത്ത് അവനും പുതച്ചു. അവളുടെ കൈകളിലേക്ക് തലവെച്ച് അവളോട് ചേർന്ന് കിടന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവളിപ്പോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുകയാണ്. നിഷ്കളങ്കമായ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് ഒരു കൊച്ചു കുട്ടി കിടക്കുന്ന പോലെ തോന്നി. അവൾ മൃദുവായി അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അതറിഞ്ഞിട്ടെന്നവണ്ണം അവൻ കണ്ണുകൾ തുറന്നു നോക്കി. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ കൊച്ചു കുട്ടികളെ ഉറക്കുന്നത് പോലെ അവൻ്റെ തോളിൽ മെല്ലെ തട്ടി തട്ടിക്കൊടുത്തു. അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. ഇടയ്ക്കെപ്പോഴോ അവളുടെ കൈകൾ വേദനിച്ചു തുടങ്ങി. അവൾ പതിയെ അവൻ്റെ തല താഴേക്ക് വെച്ച് കൈകൾ വലിച്ചെടുത്തു. ഒന്നുകൂടി ബ്ലാങ്കറ്റ് എടുത്ത് അവനെ പുതപ്പിച്ചു. അവൾക്ക് ഒരിക്കൽ കൂടി അവനെ ഉമ്മ വെക്കാൻ തോന്നി. പക്ഷേ അവൻ ഉണർന്നാലോ എന്ന പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹം അടക്കി തിരിഞ്ഞു കിടന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. അവൾ വീണ്ടും അവൻ അഭിമുഖമായി കിടന്നു. പിന്നെ മെല്ലെ അവൻ്റെ കൈകളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് ഒന്നും കൂടി അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കിടന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ്റെ കവിളിൽ അതരമർത്തി. അവൻ വീണ്ടും കണ്ണുകൾ തുറന്നു. അവൻ്റെ കൈകൾ നിവർത്തി വെച്ച് അവളെ തൻ്റെ കൈകളിലേക്ക് കയറ്റി കിടത്തി. പിന്നെ ഇടത്തെ കൈകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവളുടെ മൂക്കിൻ്റെ തുമ്പത്തായി ചുംബിച്ചു. വീണ്ടും കണ്ണുകൾ അടച്ചുറങ്ങി. അവൾക്കും ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. താൻ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് അവൾക്ക് തോന്നി. ഭയമില്ലാതെ അവൾ ഉറങ്ങി. ബെൻ ആയിരുന്നു ആദ്യം ഉണർന്നത്. അവൾ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവൾ താമസിച്ചാണ് ഉറങ്ങിയതെന്ന് അവൻ അറിയാമായിരുന്നു. രാവിലെ ആയപ്പോൾ മറ്റൊരു റൂം ബോയാണ് മുറിയിലേക്ക് വന്നത്. മധ്യവയസ്കനായ ഒരാളായിരുന്നു അത്. അദ്ദേഹം ചൂടുവെള്ളവും ഭക്ഷണവും അവർക്ക് വേണ്ടി കൊണ്ടുവന്നു. ബെൻ അയാളെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല. കാരണം അവൾ അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് അവൾ എഴുന്നേറ്റത്. അയ്യോ, സമയം പോയോ? എന്താ നീ എന്നെ വിളിക്കാതിരുന്നേ? അവൾ വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. പതിയെ മതി, സമയമൊന്നും പോയിട്ടില്ല. ഇവിടെ ചൂടുവെള്ളമുണ്ട്, നീ കുളിച്ചിട്ട് വാ. അയ്യോ, എനിക്കൊന്നും പറ്റില്ല. ഇന്നലെ രാത്രി കുളിച്ചതല്ലേ. ഇനി ഇപ്പോഴൊന്നും ഞാൻ കുളിക്കില്ല. ഒന്നാമത് എന്തൊരു തണുപ്പാണ്, ഈ തണുത്ത കാറ്റും. അവൾ അത്രയും പറഞ്ഞിട്ട് വാഷ്റൂമിൻ്റെ വാതിൽ അടച്ചു. അവൾ വസ്ത്രം മാറി പുറത്തേക്ക് വന്നപ്പോൾ അവൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോ ഞാൻ വായിൽ വെച്ച് തരാം, നീ കൈ നനയ്ക്കണ്ട. അവൻ കഴിക്കാനുള്ളത് കുറച്ചെടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ സൂപ്പറാന്നേ. നീ വായി വെച്ച് തന്നതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് രുചി കൂടുന്നുണ്ട്. രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പാത്രങ്ങൾ വെളിയിൽ വെച്ചു. അവൻ ഫോൺ എടുത്ത് മാലിക്കിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ വേഗം അവൻ്റെ ഫോൺ വാങ്ങി കോൾ കട്ട് ചെയ്തത്. എന്താടി, സമയം പോകുന്നു, നമുക്ക് പോകണ്ടേ? ഞാൻ അവനെ ഒന്ന് വിളിക്കുകയായിരുന്നു.
അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഏയ്, അതൊന്നും അല്ല. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? അവളുടെ ചോദ്യം കേട്ട് സത്യത്തിൽ അവന് ചിരിയാണ് വന്നത്. ഇങ്ങനെ ഒരു ചോദ്യം അവൾ ചോദിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. പിന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു. കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ നിന്നു. അവളും അവനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പോകാം, അവൾ പതിയെ പറഞ്ഞു. പിന്നെ അവൻ്റെ അരികിൽ നിന്ന് അകന്നു മാറി അവൻ്റെ ഫോൺ എടുത്തു കൊടുത്തു. അവൻ ഫോണിൽ വേഗം മാലിക്കിനെ വിളിച്ചു. ചമേലി തൻ്റെ ബാഗിൽ നിന്ന് ഒരു കമ്പിളിക്കുപ്പായം എടുത്തു ധരിച്ചു. കാരണം അവിടെ നല്ല തണുപ്പാണ്. അപ്പോഴേക്കും മാലിക്ക് വന്നു. പോകാൻ സാറേ, നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? മാലി, ആദ്യം പോകേണ്ട സ്ഥലം ഞാൻ പറയാം. ബെൻ അവനുമായി അല്പം മാറി നിന്ന് സംസാരിച്ചു. മാലി ഓട്ടോറിക്ഷ പോലുള്ള ഒരു വാഹനവുമായിട്ടാണ് വന്നത്. അത് ഓടിച്ചതും അവൻ തന്നെയാണ്. ബെന്നിനോടുള്ള അവൻ്റെ അടുപ്പം കണ്ടാൽ ഏതോ മുൻ ജന്മ ബന്ധം പോലെ തോന്നുമായിരുന്നു. പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ ആരെയോ കിട്ടിയതുപോലെ. പോകുന്ന വഴിയിൽ ബെൻ അവനോട് എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് കൂടുതലും ചോദിച്ചത്. ചമേലി രണ്ടുപേരുടെയും വർത്തമാനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെൻ അവളെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല എന്നത് അവളിൽ സങ്കടമുണർത്തി. മുഖം അല്പം വാടി. ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മാലി വണ്ടി നിർത്തി. കുറച്ചേ മുന്നോട്ട് നടക്കാനുണ്ട്, അങ്ങോട്ട് വണ്ടി പോകില്ല. നമുക്ക് പതിയെ നടന്നാലാ? പിന്നെന്താ മാലി, നമുക്ക് നടക്കാം. അതും ഒരു നല്ല അനുഭവമല്ലേ? അതുമല്ല, കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാലോ. അവിടേക്ക് ധാരാളം കാഴ്ചക്കാർ പോകുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ളവർ കുറവാണ്. മാലി രണ്ടുപേർക്കും കൂടി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഒരു ഗുഹയായിരുന്നു. ചമേലി, ഇതാണ് നീ കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യാസഗുഹ. അതായത് വേദവ്യാസൻ ഗണപതിയെ കൊണ്ട് മഹാഭാരതം പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ച ഗുഹ. അത് കേട്ടപ്പോൾ ചമേലിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. അവൾ അതിൻ്റെ ചുറ്റിലും നോക്കി. പിന്നെ 3 പേരും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ചമേലി ആരും കാണാതെ അവിടെ നിന്ന് കല്ല് പോലെ ഒരു സാധനം കയ്യിലെടുത്തു. അതിന് മഞ്ഞ നിറമായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോൾ മാലിയും ബെന്നും മുന്നോട്ടേക്ക് നടന്നു. ചമേലി ആരും കാണാതെ അവിടെ ഒരു അരികിലായി. ചമേലിയുടെയും ബെന്നിൻ്റെയും പേരുകൾ എഴുതി. പിന്നെ അതിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. എന്തോ അവളുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു തോന്നലായിരുന്നു അത്. അവൾ അവിടെ നിന്ന് കുറേ സെൽഫികൾ എടുത്തു. പിന്നെ 3 പേരും ചേർന്നു. ബെന്നും ചമേലിയും തനിച്ചും ഫോട്ടോ എടുത്തു. ചമേലി കൂടുതൽ അവനോട് അടുക്കുകയായിരുന്നു. അവനോടുള്ള വിശ്വാസം കൂടിയതുപോലെ. ചമേലിക്ക് ശ്വാസം മുട്ടൽ വല്ലതും ഉള്ളതാണോ? മുകളിലേക്ക് കയറുമ്പോഴേ ചിലപ്പോൾ ഓക്സിജന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. മലയുടെ മുകളിൽ കയറാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, അതിനുള്ള പരിഹാരം ഉണ്ടെന്നേ മാലിക് പറഞ്ഞു. അവൻ മറ്റൊരു സ്ഥലത്തേക്കാണ് അവരുമായി പോയത്. മല കയറാൻ ബുദ്ധിമുട്ടുള്ളവരെ എടുത്തു കയറ്റാൻ അവിടെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവര് നല്ല കരുത്തന്മാരായിരുന്നു. മലയിൽ ഭാരവുമായി കയറി ശീലിച്ചവർ. അതിനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ചമേലി അത് സമ്മതിച്ചില്ല. ബെന്നിൻ്റെ കൈയും പിടിച്ചാണ് അവൾ കയറിയത്. അതും ഒരു പ്രത്യേക ഫീലായിരുന്നു. പാതി ദൂരത്തിലെത്തിയപ്പോൾ ചമേലി ഞാനേ തളർന്നു. ബെൻ അവളെ എടുക്കാൻ തയ്യാറായെങ്കിലും അവൾ സമ്മതിച്ചില്ല. അവളുടെ ക്ഷീണം കൂടിക്കൂടി വന്നു. ചില സമയം ശ്വാസം എടുക്കാൻ അവൾ ചെറുതായി ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. ശ്വാസം വലിച്ചെടുക്കുകയും കിതക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ബെന്നും മാലിയും കൈകൾ പരസ്പരം ഒരു കസേര പോലെ കോർത്തു പിടിച്ചു. പിന്നെ ചാമേലിയോട് അതിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. കുറച്ച് നിർബന്ധിച്ചപ്പോഴാണ് അവൾ ലാസ്റ്റ് ഇരുന്നത്. കുറച്ചു ദൂരം അവർ രണ്ടുപേരും കൂടി അവളെ അങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരാണ് അവളെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയത്. ബെന്നും മാലിയും മുകളിലെത്തിയപ്പോഴേക്കും ചമേലി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചമേലി, ഇതാണ്
ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിക്കപ്പെടുന്ന പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന അതിശയിപ്പിക്കുന്ന അനുഭവമുള്ള സ്ഥലം ഹിമാലയം. ചമേലി അതിശയത്തോടെ അവിടെ ആകെ വീക്ഷിക്കുകയായിരുന്നു. 2400 കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന പർവ്വത നിരകൾ, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനവും ഋഷികേശ്, ബദ്രിനാഥ്, കേദർനാഥ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളും ഉൾക്കൊള്ളുന്നു. മഞ്ഞു മൂടിയ കൊടുമുടികൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തത് മാലിക്കായിരുന്നു. ചമേലി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. നീ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാതെ ഈ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിക്ക്. ഫോട്ടോ വേണേ ഗൂഗിളിൽ കയറിയാലും കാണാൻ പറ്റൂ, പക്ഷേ നേരിട്ടിത് ആസ്വദിക്കാൻ കഴിയില്ല. ബെൻ അത് പറഞ്ഞപ്പോൾ അവൾ ഫോൺ എടുത്ത് ബാഗിനുള്ളിലേക്ക് വെച്ചു. അല്ലെങ്കിലും അവൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ ഇനി എപ്പോഴാണ് കിട്ടുക? അതുകൊണ്ട് തന്നെ ഫോണിൽ നോക്കാതെ അവൾ അവൻ്റെ അരികിലായി തന്നെ നിന്നു. സന്ധ്യ ആയപ്പോഴാണ് അവർ മുറിയിലേക്ക് തിരിച്ചത്. മാലി അവരോട് യാത്ര പറഞ്ഞ് പോകാനായി തുടങ്ങിയപ്പോൾ ബെൻ അവനെ നിർബന്ധിച്ച് റൂമിൽ കയറ്റി. വല്ലാത്ത ഒരു ആത്മബന്ധമായിരുന്നു അവനോട്. ചമേലിയും അവരുടെ അരികിലായി വന്നിരുന്നു. മാലി, നിന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പേര് കേട്ടിട്ട് നീ ഒരു മുസ്ലിമാണ്, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഹിന്ദു മാതാപിതാക്കൾ വന്നത്? അവര് എന്നെ മകനെ പോലെ കണ്ടിരുന്നേ. അവർക്ക് ഒരു സ്വന്തം മകൻ ഉണ്ടാകുന്നവരെ. പക്ഷേ ഒന്നുമില്ല, സാരമില്ല. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എപ്പോഴും കിട്ടില്ലല്ലോ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മാലിക് അല്പസമയം കണ്ണുകൾ അടച്ചിരുന്നു. അത് എൻ്റെ അമ്മ മലയാളിയായിരുന്നേ. അച്ഛന് പാകിസ്ഥാനിയും. അമ്മ ജോലിക്കായിട്ട് സൗദിയിലേക്ക് പോയതാണ്. അവിടെ വെച്ചാണ് അച്ഛനുമായിട്ട് പരിചയപ്പെടുന്നതും അങ്ങോട്ട് അടുക്കുന്നതും. അമ്മ അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു, അച്ഛൻ അവിടുത്തെ ഡോക്ടറും. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് അടുപ്പത്തിലായി. ഒടുവിൽ അച്ഛൻ അമ്മയായിട്ട് പാകിസ്ഥാനിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ വെച്ച് അവർ തമ്മിൽ അങ്ങോട്ട് വിവാഹവും കഴിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അമ്മയുടെ വീട്ടിലറിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി. അച്ഛൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അവര് അമ്മയെ ഉപേക്ഷിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഒരു ദിവസം അച്ഛനറിയാതെ അവരമ്മയെ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കൊണ്ടുവന്നങ്ങോട്ട് ഉപേക്ഷിച്ചു. എൻ്റെ അമ്മ അവിടെ എല്ലാം അലഞ്ഞ് നടന്നിട്ടുണ്ടാവാ. ഒടുവിൽ ഏതോ ഇന്ത്യൻ പട്ടാളക്കാരനാണ് അമ്മയെ രക്ഷപ്പെടുത്തിയതും. ഒടുവിൽ എങ്ങനെയൊക്കെയോ അമ്മ ബദ്രിനാഥിലെത്തി. ഒരു അമ്മൂമ്മയുടെ സംരക്ഷണത്തിലൊക്കെ ആയിരുന്നു. പിന്നീട് എപ്പോഴോ അമ്മ അച്ഛനെ വിളിച്ചു. പാവം അമ്മയെ തേടി അലഞ്ഞ് നടക്കായിരുന്നത്രേ. ഒടുവിൽ രണ്ടുപേരും അങ്ങോട്ട് ഒരുമിച്ചു. രണ്ടുപേർക്കും അവിടെ ജോലിയും കിട്ടി. അമ്മാമ്മയുടെ കാലശേഷം ആ വീട്ടിലായിരുന്നു താമസം. ആ സമയത്താണേ ഞാൻ ഉണ്ടാവുന്നേ. എനിക്ക് 10 വയസ്സായതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ പോലീസ് കൊണ്ടുപോയി. ആരൊക്കെയോ എന്നോട് വന്ന് പറഞ്ഞു അവര് തീവ്രവാദികളാണെന്ന്. അവര് എവിടെയോ ബോംബ് വെച്ചെന്ന്. അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ലായിരുന്നല്ലോ. എവിടെയാ അന്വേഷിച്ചു പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ വീട്ടില് ഒറ്റപ്പെട്ടു പോയി കരഞ്ഞ് തളർന്ന എന്നെ കാണാനായിട്ട് അന്ന് 2 പേര് വന്നു. അവര് ഗ്രാമത്തിലുള്ളവരായിരുന്നു. ആരെങ്കിലും പറഞ്ഞ് എന്നെപ്പറ്റി അറിഞ്ഞതാവും. അവർക്ക് മക്കളുണ്ടായിരുന്നില്ലെന്ന്. അന്ന് എനിക്ക് ആഹാരം വാങ്ങിത്തന്നു, പുതിയ ഉടുപ്പ് വാങ്ങിത്തന്നു, അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെ പറ്റി പലരോടും അന്വേഷിച്ചു. ചിലർ പറഞ്ഞു അവര് മരിച്ചോ എന്ന്. ചിലർ പറഞ്ഞു അവരെ ആരോ കൊന്നെന്ന്. മറ്റേതൊരു പറഞ്ഞ് അവരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയെന്ന്. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണേ ഇവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞത് അവര് അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തു എന്ന്. എന്നെ
വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പറയാതിരുതെന്ന്. അപ്പോഴേക്കും അവർക്കൊരു മോനുണ്ടായി. അതിനുശേഷം ഒരു പെൺകുട്ടി ഉണ്ടായി. അതോടെ എൻ്റെ പഠിത്തം മുടങ്ങി. പതിയെ പതിയെ ഞാൻ അവിടുത്തെ വെറൊരു ജോലിക്കാരനായിട്ട് മാറി. കൂടുതലൊന്നും പറയുന്നില്ല ബ്രോ. ചമേലി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടേത് എത്രയോ നിസ്സാരമെന്ന് തോന്നുന്നത്. മാലിക്കിനോട് അവൾക്കൊരു പ്രത്യേക അടുപ്പം തോന്നി. ഒരു സഹോദരനോട് തോന്നുന്ന അടുപ്പം. മാലിക്കേ, നീ എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ സഹോദരനായി. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നീയും വാ. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് നിന്നെയും കൊണ്ടുപോകാം. നിനക്ക് വരാൻ സമ്മതമാണോ? എനിക്കും എന്തൊരു സ്വന്തം സഹോദരനെ പോലെയാണ് ബ്രോയെ തോന്നിയേ. വരാൻ ഇഷ്ടാണ്. നിങ്ങൾ തിരിച്ചു വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കാം. ഇപ്പോ എനിക്ക് പോണം. താമസിച്ചെന്നാലേ വീട്ടിൽ പ്രശ്നമാവും. അവൻ പോകാനായി ഇറങ്ങിയപ്പോൾ ബെൻ പെട്ടെന്ന് കുറച്ച് ക്യാഷ് എടുത്ത് അവൻ്റെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. മാലിക് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കാശ് ചോദിക്കും. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ്റെ നിസ്സഹായത ബെൻ മനസ്സിലാക്കി. അവൻ പോയതിനു ശേഷവും അല്പസമയം കൂടി ബെൻ അവിടെ തന്നെ നിന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ നാട്ടിലെത്തിക്കണം. ഞാൻ തിരിച്ചു പോയാലും നിനക്ക് അവനൊരു കമ്പനിയായിരിക്കും. അവനെ ശരിക്കും എനിക്ക് വിശ്വാസമാണ്. അവൻ മാത്രമേ നിന്നെ നന്നായി നോക്കാൻ കഴിയൂ. അത്രയും പറഞ്ഞിട്ട് ബെൻ ആരെയോ ഫോണിൽ വിളിക്കാനായി പുറത്തിറങ്ങി.